ഈ വിഷയത്തിൽ സംഭവിച്ച ഒരു നല്ല കാര്യം, മന്ത്രി കൃഷ്ണൻകുട്ടി അദ്ദേഹം പരിണിതപ്രജ്ഞനായതുകൊണ്ടായിരിക്കാം, അദ്ദേഹം ഏതായാലും സത്യസന്ധമായി അല്പം ചുരുക്കിയാണെങ്കിൽ പോലും ചെറിയ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റി എന്ന് പറഞ്ഞു. അത് ഇന്നലെ, ഇന്ന് രാവിലെ 6:55 അത് മാറി. അതേ മന്ത്രി ഇന്ന് പറഞ്ഞു എന്ന് കേൾക്കും. അത് ഇന്നലെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് തെറ്റെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് കേൾക്കും. CCTV കണ്ടോ? അപ്പോൾ അതിൽ ഏകദേശം എന്താ സംഭവിച്ചെന്നുള്ളതൊരു വ്യക്തതാണ്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു മുൻകരുതൽ. അതിപ്പോൾ ലൈൻ പൊക്കിയാലും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ കുട്ടി പാവം ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ. അത് ആ ഷെഡ് അവിടെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതാരാണ്? ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ ഇതാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ലൈനിൻ്റെ അടിയിലെ വാഴ വെട്ടുമ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങൾ അതിനെതിരെ വരുമല്ലോ. അറിയാം, അത് വെട്ടിക്കളഞ്ഞ പ്രതികാര നടപടിയാണ് ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ 18 അടി വരെ ഉയരുന്ന വാഴയുണ്ടെന്നാണ്. നമുക്കറിയാം സെക്രട്ടേറിയറ്റിൽ 10-21 വാഴകളുണ്ടെന്ന്. വിനോ, ഇത് ഞാൻ കേട്ടിരുന്നില്ല ഈ പ്രതികരണം. ഇത് ചിഞ്ചുറാണി എഫക്റ്റ് ആവാനാണ് സാധ്യത. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ നമ്മളും കണ്ടതാണ്. ആ 8-ാം വയസ്സുകാരൻ്റെ മുട്ടിന് താഴെയാണ് ലൈൻ, അതിൻ്റെ മുകളിലേക്ക് വീഴുകയാണ് ചെയ്തതെന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാ. അപ്പം നിയറസ്റ്റ് ഏറ്റവും താഴത്തെ കണ്ടക്ടറിൽ നിന്ന് എത്ര ഉയരത്തിൽ ഈ ലൈൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഈ KSEBയുടെ ഉദ്യോഗസ്ഥർ അതിൽ സ്പേസർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ നാട്ടുകാരോടൊന്ന് അന്വേഷിക്കണം. ഈ ഷെഡിൻ്റെ മുകളിൽ കയറി നിന്നാണ് ആ സ്പേസർ ഇട്ടിരിക്കുന്നത്, അല്ലാതെ 15 കൊല്ലം മുമ്പിട്ട സ്പേസർ അല്ല അത്. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത്. ചെറിയ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ദുഃഖമാണോ പരിഹാസമാണോ ആഹ്ലാദമാണോ എന്ന് സംശയം തോന്നും. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യമല്ല പറഞ്ഞത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്നലെ പറഞ്ഞു എന്ന് കേൾക്കും. ഉടനെ തന്നെ അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2026 മെയ് വരെ തുടരും. അതിനെപ്പറ്റി ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അത് ശേഷം നമുക്ക് പിന്നെ അന്നേരം മതിയാക്കും, കുറച്ച് ഒരിടക്കാലം വരും, പിന്നെ അധികം പണിയുണ്ടാവില്ല. അതെ, 13 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു കിടക്കുകയാണ്. അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. ചിരി ഇന്നും അവസാനിച്ചില്ല. മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ഓ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ചിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയെ കാണും. CM തേവലക്കര സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? ജനങ്ങൾ പ്രതികരണം ആഗ്രഹിക്കുന്നുണ്ട്. CM ഇതെന്ത് വിശേഷിക്കലാണ്? ഒന്ന് അവിടെ ഒന്നിവിടെ. എന്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ട് പാർട്ടി സെക്രട്ടറി മാത്രമല്ല അനുചരന്മാരായി അവിടെ നിൽക്കുന്നവരും ചിരിക്കുന്നുണ്ട്. ഇവർക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു എന്നതാണ് നമ്മുടെ മുന്നിൽ ഉയരുന്ന ചോദ്യം. നിങ്ങൾക്കറിയില്ലേ ഇവന്മാർക്ക് സെന്റിമെന്റ്സ് ഒന്നുമില്ലെന്ന്? ഇന്നലെ കൊല്ലത്ത് ആ സംഭവം നടന്ന ആ കൊല്ലം ജില്ലയിൽ നമ്മുടെ PWD മിനിസ്റ്ററും ധനകാര്യ വകുപ്പ് മിനിസ്റ്ററും ലൈവ് ഇട്ട് റോഡ് ഷോയും നടത്തി. ഏതോ ഒരു ചെറിയ പാലോ റോഡ് എങ്ങാണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ആ ജില്ലയിൽ. ലൈവും റോഡ് ഷോയും പൂമാലകളും ഒക്കെ ഇട്ട് അതുവഴി നടക്കുമായിരുന്നു. എന്നിട്ട് അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു മന്ത്രി സൂംബ ഡാൻസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് സമയമുണ്ടെങ്കിൽ ഈ വിക്ടിമിൻ്റെ വീട്ടിൽ പോകും. വിക്ടിമിൻ്റെ വീട്ടിൽ പോയിട്ട് ജോസഫ് C. മാത്യു സാർ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കീഴ്വഴക്കമാണ് ദിയാമണി 5 ലക്ഷമോ 10 ലക്ഷമോ കയ്യിലോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് അവർ വാ അടപ്പിക്കും. ഏറ്റവും ക്രൂഷ്യൽ അവിടെ. പിന്നെ കുറേ കുമാറുമാരുണ്ട് കേരളത്തിൽ, കുറേ കുമാറുമാർ. ഞാൻ പേര് പറയുന്നില്ല, കുമാറുമാർ തന്നെയാണ് അവരുടെ സർനെയിമിലുള്ളത്. ഇവരെല്ലാം ലോഡ് കണക്കിന് ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ല, ആന്റണിയുടെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ല, ഇതങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കിയുള്ളൂ. ഒന്നിനും ഉത്തരവാദികളില്ല. എല്ലായിടത്തും നഷ്ടപരിഹാരവും സമാശ്വാസവും മാത്രം. ശ്രീ വിനു, ദൈവമല്ലേ ഉത്തരവാദി? മതമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടല്ലേ? അപ്പൊ ദൈവത്തിന് ഉത്തരവാദിത്വം ചാർത്തി കൊടുക്കാം. അങ്ങനെയാ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കുകയും ചെയ്യും. സ്കൂളിലേക്ക് പോകുന്ന കുട്ടി വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അവസ്ഥാവിശേഷം ഉത്തരം പറയേണ്ടുന്നവരായിട്ടുള്ളവരില്ല. ഭരണകൂടത്തിനോ ഭരണകർത്താക്കൾക്കോ അവർക്ക് ഉത്തരമില്ല, പറയുവാൻ താല്പര്യവുമില്ല. സ്കൂളിന്റെ ക്യാമ്പസിൽ ഇങ്ങനെയുള്ള ലൈവ് അൺഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയർ തന്നെ എത്രത്തോളം നിയമപരമായിട്ട് അനുവദനീയമാണ്? ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ സ്കൂളുകളിൽ ഒരു സേഫ്റ്റി ഓഡിറ്റ് ഇതുവരെ നടത്തിയിട്ടുണ്ടോ? മാനേജ്മെൻറ്റിനെ ഒരു തരത്തിലും ഗ്രില്ല് ചെയ്യാതെ എത്ര കൺവീനിയൻ്റ് ആയിട്ടാണ് ഇവിടെ സ്കൂൾ പ്രിൻസിപ്പലിനെ ഒരു ബലിയാടാക്കിയത്. അതല്ലേടോ നമ്മുടെ അടവ് നയം. ശിക്ഷ കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? പൊതുജനങ്ങളുടെ മുൻപിൽ ഉത്തരം പറയുവാനുള്ള ബാധ്യത അവിടെ തീരുകയല്ലേ? ഇതിനകത്ത് മാനേജ്മെന്റിന് എത്ര ഗുരുതരമായിട്ടുള്ള ഉത്തരവാദിത്വമാണുള്ളത്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു വന്ന് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെ കരിച്ചു കളയേണ്ടി വന്ന്
ഈ സ്കൂളുകളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഓഡിറ്റും സേഫ്റ്റി ഓഡിറ്റും നടക്കുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുവാൻ സാധാരണക്കാരുടെ ദുരവസ്ഥയാണ്. മാനേജ്മെന്റിന്റെ കേരളത്തിൽ ഒട്ടാകെയുള്ള സ്കൂളുകളിൽ തുടർന്നു വരുന്ന അനാസ്ഥ ഇത്തരത്തിലൊരു ഓഡിറ്റ് നടത്തിയാൽ പുറത്തു വരും. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഒരു ജീവന്റെ വിലയായിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ഒരു റെക്ടിഫിക്കേറ്ററി സ്റ്റെപ്പ് അവർ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നടക്കുവാൻ പോകുന്നത്. ഉദാഹരണത്തിന് മിഥുൻ മരിച്ചു, ആ കുടുംബത്തിന് വലിയ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നതിനോടൊപ്പം ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കണം, എങ്കിലേ ഇത് ആവർത്തിക്കാതിരിക്കൂ. KSEB വീഴ്ച വരുത്തിയെങ്കിൽ അതിന് ഉത്തരവാദിയായ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം. ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം. ഈ സ്കൂളിൻ്റെ മാനേജ്മെന്റ് ഉണ്ടാകണം. ഇവരിൽ നിന്ന് ഈ തുക ഈടാക്കണം, അല്ലേ? അത് വേറൊരു വലിയ പോയിന്റ് ആണ്. നിന്ന് ഇത്തരത്തിലുള്ള പിഴത്തുക ഈടാക്കുവാനുള്ള ഒരു നിയമം നിലവിൽ വരേണ്ടതായിട്ടുള്ള കാലം അതിക്രമിച്ചു. താങ്ങാനൊക്കാത്ത പിഴത്തുക അടക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് ഇവരൊക്കെ ഉറക്കത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റ് വരുവാനുള്ള. അങ്ങനെ വരുമ്പോൾ ഈ ലൈനിന് കീഴിലെ വാഴ കാണുന്ന ഉദ്യോഗസ്ഥൻ ഈ സ്കൂൾ കെട്ടിടത്തിന് മുന്നിലെ അപകടകരമായ വൈദ്യുതി ലൈൻ കാണും. തീർച്ചയായിട്ടും കോട്ടയത്തെ ഇടിഞ്ഞു വീഴാൻ തയ്യാറായിരിക്കുന്ന കെട്ടിടം മന്ത്രിയുടെ സൗകര്യത്തിന് ഉദ്ഘാടനത്തിനായി പുതിയ കെട്ടിടം മാറ്റിവെച്ചിട്ട് അവിടേക്ക് ആളുകളെ കയറ്റിവിടില്ല. അവിടെ ഞങ്ങൾ ഉപേക്ഷിച്ച കെട്ടിടമാണെന്ന ന്യായം വരില്ല. അവിടെ ആരുമില്ല, ആർക്കും ഒരു അപകടവും പറ്റിയിട്ടില്ല, അതുകൊണ്ട് തെരച്ചിൽ വൈകിയാലും കുഴപ്പമില്ല എന്ന് പറയാൻ ഒരു മന്ത്രി പുങ്കവന്റെയും പുങ്കവിയുടെയും നാവ് ഉയരില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികൾ എടുക്കാൻ മനസ്സില്ല. അത്തരത്തിൽ ഒരു ലെജിസ്ലേറ്റീവ് ബാക്കപ്പിന്റെ അനിവാര്യതയുണ്ട്. അങ്ങനെയുള്ള നടപടികൾ വരുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ എന്താ, ഇവരുടെയൊക്കെ ദാരിദ്ര്യത്തിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടല്ലേ എപ്പോഴും പരാതി ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നത്? അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇവിടെ ഇരകളെന്നൊക്കെ പറയുന്നത് ഈ അതിദാരിദ്ര്യം ഇല്ലെന്ന് പറയുമ്പോഴും അതിദാരിദ്ര്യത്തിന്റെ മടിത്തട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവിടെ ഇരകളായിട്ട് വരുന്നത്. അവരെ വളരെ കൺവീനിയന്റ് ആയിട്ട് അവരുടെ ദാരിദ്ര്യത്തിനെ പണയപ്പെടുത്തി തന്നെയാണ് അവരുടെ ഒബ്ജക്ഷനെ റിമൂവ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നത്. സോഷ്യലിസവും കമ്മ്യൂണിസവും പറഞ്ഞ് പാവങ്ങളെ വീണ്ടും അടിമകളാക്കാൻ വന്ന പെറ്റി ബൂർഷുകളല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ? ഇവിടെ അതിദരിദ്രരുണ്ട്. ഈ ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെയാണ് അതിദരിദ്രർ. ഇവരൊക്കെ എല്ലാവരും അറിയും, നാട്ടുകാർ മുഴുവൻ അറിയും. ഇവരൊക്കെ നമ്മളെ ഭരിക്കുന്നവരാണെന്ന് എല്ലാവരും അറിയും. ഇവരുടെ മുഖം കണ്ടാൽ തിരിച്ചറിയും. എന്നിട്ടും നമ്മുടെ പണം ഉപയോഗിച്ച് കോടികൾ മുടക്കി ഇവരുടെയൊക്കെ പോസ്റ്റർ നാട് നീളെ അടിച്ചു വെക്കും. ഇവിടേക്ക് ഒരു നിമിഷം കൊണ്ട് എങ്ങനെ ആളുകളെ മാറ്റാമെന്ന് കോട്ടയം തെളിയിച്ചതാണ്. പക്ഷെ അതിങ്ങനെ കാത്തു കിടക്കും ഈ മഹാന്മാരും മഹതികളും വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി. ഇവർക്കാണ് അതിദാരിദ്ര്യം, ഇപ്പോഴും കൊതി തീരാത്ത ഈ പബ്ലിസിറ്റി ദാരിദ്ര്യം. എന്നിട്ട് ഒരു മുഖ്യമന്ത്രി വെച്ച് ഉദ്ഘാടനം ചെയ്ത പാർക്കിൽ ആ ശിലാഫലകം എടുത്ത് വെളിയിലിട്ട് അതിന് മുകളിൽ ചൂലും വെച്ചിട്ട് മറ്റൊരു റിയൽ മന്ത്രിയുടെ ശിലാഫലകം വെക്കും. ദാരിദ്ര്യമാണ്. ഇത്രയേറെ റീലുകളും പോസ്റ്ററുകളും പബ്ലിസിറ്റിക്കുള്ള മറ്റു മാർഗങ്ങളും ഒക്കെ ഉണ്ടായി ഇങ്ങനെ ചായം തേച്ച് നടന്നിട്ടും ഇവർ ദരിദ്രരാണ്, അതിദരിദ്രരാണ്. ഇതുപോലൊരു ആക്ഷേപം ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എവിടെയാണ് ഈ സ്കൂളുകളിൽ ഇപ്പൊ ഈ തേവലക്കര സ്കൂളിൽ ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുന്നു എന്ന് കണ്ടാൽ ഇവർക്ക് കുറഞ്ഞ പക്ഷം അതൊരു ABC കേബിൾ വഴി ഒരു ഇൻസുലേറ്റഡ് കേബിൾ അതുവഴി ഇട്ടൂടെ? 2016-24 CMന്റെ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസ് നന്നാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച തുക 7.91 കോടി, അതായത് മാസം ഏകദേശം 8 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഭയങ്കര സുഷ്കാന്തി. അത് നവീകരിക്കുന്നില്ല, വെക്കുന്നില്ല, അവിടെ ഒരു ഗ്ലാസ് വെള്ളം പോലും വെക്കാൻ പറ്റില്ല, മരപ്പെട്ടി മൂത്രം. ഭയങ്കര സുഷ്കാന്തിയാ. കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. ആ സുഷ്കാന്തിയുടെ 100-1 ഈ ആശുപത്രി, കോട്ടയത്തെ ആശുപത്രിയുടെ അവിടെ ഒരു ബോർഡ് വെക്കാൻ, ഇത് ഇടിയാൻ പോകുന്ന ഒരു കെട്ടിടമാണ്, ഇവിടെ ആരും വരരുന്ന ഒരു ബോർഡ് വെക്കാൻ കാണിച്ചിരുന്നെങ്കിൽ, ആ ലൈൻ കമ്പിലും ചെയ്തിരുന്നെങ്കിൽ, ഈ സുഷ്കാന്തിയുടെ 100-1 കാണിച്ചിരുന്നെങ്കിൽ 2 ജീവൻ ഈ 2 ആഴ്ചക്കിടയിൽ പൊലിയില്ലായിരുന്നു. ഉത്തരം പറഞ്ഞിട്ട് മുറിക്കാ മതി. അസമത്വവും രൂക്ഷവും ഇവരുടെ കെടുകാര്യസ്ഥതയും. ആൾക്കാർ ഇനിയും മരിക്കും. ഇത് തുടരും. ഇത് തുടരാൻ കാരണം ഇവരുള്ളിടത്തോളം കാലം ഇത് തുടരും. വീണു നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. നമ്മുടെ മന്ത്രി ചിഞ്ചുറാണി ഇന്നലെ ഒരു സൂംബ നൃത്തത്തിനിടയിലാണ് ഈ കുട്ടിയുടെ ദുരന്ത വാർത്ത അറിഞ്ഞത്. അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാം. നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി. സൂംബ നൃത്തം കഴിഞ്ഞുള്ള വലിയ പ്രതികരണമായിരുന്നു മരണ ദിവസം. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. മറ്റൊരു മരണ ദിവസം നമ്മുടെ മറ്റൊരു മന്ത്രി, വനം മന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ മറ്റൊരു പ്രകടനം കൂടി നമുക്ക് ഓർക്കാം.
मेरी आत्मा की आवाज़ है. നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞതുപോലെ വാഴകൾ തഴച്ചു വളരട്ടെ. ന്യൂസ്